ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. ഞാനിന്നുള്ളത് കൊല്ലം കല്ലുന്താഴം ജംഗ്ഷനിലുള്ള പോപ്പുലർ മെഗാ മോട്ടോഴ്സിലാണ്. ടാറ്റ കൊമേഴ്ഷ്യലിലെ വെഹിക്കിൾ ഡീലർഷിപ്പിലാണ് ഇന്നുള്ളത്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ടാറ്റ യോധ 1700 എന്ന മോഡലിനെ കുറിച്ചാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സുഹൃത്തുക്കളെ, ഈ വാഹനത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ടാറ്റയുടെ യോധ 1700 എന്നൊരു മോഡലിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. നമുക്ക് ഈ വാഹനം നോക്കുമ്പോൾ തന്നെ വലിയൊരു മസ്കുലർ ആയിട്ടുള്ള ഒരു വാഹനമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കാണുമ്പോൾ തന്നെ നല്ലൊരു ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെഡ്ലൈറ്റ് യൂണിറ്റും കാര്യങ്ങളൊക്കെയാണ് ഈ വാഹനത്തിൽ ടാറ്റ നൽകിയിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പിയാനോ ബ്ലാക്കിൽ ക്രോം ഫിനിഷിൽ വരുന്ന ഒരു ടാറ്റയുടെ ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ വലിയൊരു വണ്ടിയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഞാൻ ജസ്റ്റ് കുറച്ച് മുമ്പ് ഒന്ന് അകത്ത് കയറി നോക്കിയപ്പോഴത്തേക്കും വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള നല്ലൊരു ഒരു ബിഗിനർക്ക് പോലും നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിട്ട് ഓടിച്ചു പോകാൻ പറ്റുന്ന രീതിയിലുള്ള വാഹനം. ഈ വാഹനത്തിന്റെ വശങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കൊരു 16 സൈസ് ടയർ സൈസ് ആണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ഫുഡ് സ്റ്റെപ്പ് കാണാം, ഡ്രൈവർക്ക് പെട്ടെന്ന് അകത്ത് കയറാൻ വേണ്ടിയിട്ട്. നമുക്ക് ഡോർ തുറക്കുമ്പോൾ തന്നെ വളരെയധികം ഒരു മാൻലി ആയിട്ടുള്ള സൗണ്ട് ആണ് വരുന്നത്. ഗ്ലാസ് അപ്പ് ആൻഡ് ഡൗണിന്റെ വർക്ക് ചെയ്യുന്നത് ഇവിടെ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഡോർ ഓപ്പണിംഗ് ക്ലോസിംഗിന്റെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ബോട്ടിൽ ഹോൾഡറും കാര്യങ്ങളൊക്കെ ഉണ്ട്, പേപ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കാൻ സാധിക്കും. ഒരു ഗ്രാബ് ഹാൻഡിൽ ഉണ്ട്. നമുക്കൊരു നോക്കുമ്പോഴത്തേക്കും നമുക്കൊരു 4 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. പിയാനോ ബ്ലാക്കിൽ തന്നെ നമുക്കൊരു ക്രോം ഫിനിഷ് ഉള്ള ഒരു ടാറ്റയുടെ ബാഡ്ജിങ് കാണാം. പിന്നെ അതുപോലെ തന്നെ ഒരു സെമി ഡിജിറ്റൽ മീറ്റർ ആണ് വരുന്നത്. സ്പീഡോമീറ്റർ, ഓഡോമീറ്ററും ക്ലസ്റ്ററാണ് വരുന്നത്. പിന്നെ ഇവിടെ നമുക്കൊരു ഇക്കോ മോഡ് കാണാൻ പറ്റും, ഇക്കോ മോഡ് സ്വിച്ച് കാണാൻ പറ്റും. അതായത് നമുക്ക് കാലിക്കാണ് വരുന്നുണ്ട്, ലോഡൊന്നും ഇല്ലാതാണ് വരുന്നുണ്ടെങ്കിൽ ഇക്കോ മോഡ് ഇട്ട് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വണ്ടിക്ക് മൈലേജ് കൂടുതൽ കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഹെഡ്ലൈറ്റിന്റെ പവർ അഡ്ജസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ നമുക്ക് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഉൾഭാഗമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തായിട്ട് ഒരു ഗ്ലോ ബോക്സും കാര്യങ്ങളും കാണാം. പിന്നെ അതുപോലെ തന്നെ ബ്ലോവറിന്റെ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു USB ചാർജ്, അതായത് നമ്മുടെ ഫോണൊക്കെ ചാർജ് ചെയ്യാൻ പറ്റുന്ന സ്പീഡ് ചാർജർ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ നമുക്കൊരു 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത്. ഹസാർഡിന്റെ സ്വിച്ച് ഇവിടെ കാണാം. പിന്നെ അതുപോലെ തന്നെ ഈ വാഹനത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു AC വെന്റ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും അങ്ങനെ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ എന്താ പറയാ, AC ഒക്കെ ഇട്ട് പോകുമ്പോൾ നല്ല കംഫർട്ടായിട്ട് നമുക്ക് പോകാനൊക്കെ സാധിക്കും. വാഹനത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 2 ടൺ വരെ നമുക്ക് ലോഡ് ചെയ്യാൻ സാധിക്കും. നമുക്കൊരു ഏതൊരു വാഹനത്തിനാണെങ്കിലും നമുക്ക് എന്താ പറയുക, ചെറിയൊരു മൈലേജേ കിട്ടത്തുള്ളൂ ലോഡ് ഉപയോഗിക്കുന്ന കൊമേഴ്ഷ്യൽ വണ്ടികൾക്കൊക്കെ. പക്ഷേ ഈ ഒരു വാഹനത്തിന് നമുക്കൊരു 15 വരെ മൈലേജ് കിട്ടുമെന്ന് കമ്പനി അവകാശപ്പെടുന്നുണ്ട്. ഫ്രണ്ട് ബാക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ടും റെയറും നമുക്ക് ലീഫ് സ്പ്രിംഗ് സസ്പെൻഷൻ ആണ് വരുന്നത്. പിന്നെ ഈ വാഹനത്തിന്റെ ചേസ് നോക്കുമ്പോഴത്തേക്കും സാധാരണ എല്ലാ വാഹനങ്ങളിലും കട്ട് ചേസ് ആണ് വരുന്നത്. അതായത് പാർട്സ് ആയിട്ട് വന്നിട്ട് അത് ജോയിൻ ചെയ്തുള്ള ചേസ് ആണ് വരുന്നത്. പക്ഷേ ഈ വാഹനത്തിൽ നമുക്കൊരു ഒറ്റ സിംഗിൾ ചേസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ബാക്ക് ബോഡി വരുമ്പോഴത്തേക്ക് നമുക്കൊരു 8.7 ലെങ്ത് ആണ് വരുന്നത്. ബാക്ക് റെയർ ആയിട്ട് വരുമ്പോഴത്തേക്ക് 8.7 ആണ് ലെങ്ത് വരുന്നത്. പക്ഷെ നമുക്ക് ഇൻസൈഡ് വരുമ്പോഴത്തേക്കും നമുക്ക് എന്താ പറയുക 8.4 വരുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ വാഹനത്തിന്റെ ഇഞ്ചസ് എല്ലാം നമുക്ക് പുറത്തിട്ടാണ് നമുക്ക് ബോർഡ് പിടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അകത്ത് കുറച്ചും കൂടെ നല്ല സ്പേഷ്യസ് ആയിരിക്കും. പിന്നെ പിറകുവശത്തേക്ക് വരുമ്പോഴത്തേക്കും ടാറ്റയുടെ വലിയൊരു ബാഡ്ജിങ് കാണാം. ഇവിടെ ഇഞ്ചസ് പുറത്തിട്ടേക്കുന്നതാണെന്ന് ഞാൻ പറഞ്ഞു, പുറത്ത് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ വലിയൊരു ടെയിൽ ഗേറ്റും കാര്യങ്ങളും കാണാൻ സാധിക്കും. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ടെയിൽ ഗേറ്റും കാര്യങ്ങളാണ് ഈ വാഹനത്തിൽ ടാറ്റ നൽകിയിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു സ്പെയർ വീലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ വശത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ ഈ ഭാഗത്താണ് നമുക്ക് ഫ്യൂൾ ഫില്ലിങ് കാര്യങ്ങളൊക്കെ വരുന്ന ഡീസൽ വരുന്നത്. നമുക്ക് ഏകദേശം ഒരു 52 ലിറ്റർ ആണ് നമുക്ക് ഡീസൽ കപ്പാസിറ്റി വരുന്നത് ഈ വാഹനത്തിന്. 4 സിലിണ്ടർ വാഹനമാണ്. നമുക്ക് പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു 250 NM ടോർക്കിൽ ഒരു 100 ഹോഴ്സ് പവർ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഈ സൈഡ് മിറർ നോക്കുമ്പോഴത്തേക്കും വളരെയധികം വലിയൊരു സൈഡ് മിററാണ്. അതായത് നമുക്ക് പെട്ടെന്ന് നമുക്ക് ഒരു ഡ്രൈവർക്കാണെന്നുണ്ടെങ്കിലും കോ ഡ്രൈവർക്കാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ ബാക്ക് സൈഡ് വ്യൂ ഒക്കെ കിട്ടുന്ന രീതിയിലുള്ള ഒരു സൈഡ് മിററാണ് ഈ വാഹനത്തിന് ടാറ്റ നൽകിയിരിക്കുന്നത്. പിന്നെ ഈ സൈഡിൽ നമുക്കൊരു ഇൻഡിക്കേറ്റർ കാണാം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് പൊക്കമുണ്ടെന്നുണ്ടെങ്കിലും, കാരണം ഈ ഒരു വാഹനത്തിന് ഇത്രയും നല്ല രീതിയിലുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തിരിക്കുന്ന കാരണം നമുക്ക് മറ്റു കൊമേഴ്ഷ്യൽ വാഹനങ്ങളെ അപേക്ഷിച്ച് കുറച്ചും കൂടെ ഓൾ ടെറൈനിൽ, അതായത് എല്ലാ ടെറൈനിലും നമുക്ക് ഈ വാഹനം നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. വിത്ത് ലോഡോട് കൂടിയാണെന്നുണ്ടെങ്കിലും വിത്തൗട്ട് ലോഡോട് കൂടിയാണെന്നുണ്ടെങ്കിലും ഈ വാഹനം നമുക്ക് ഏത് ടെറൈനിൽ കൂടി നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അത്രയ്ക്ക് നല്ല രീതിയിലുള്ള ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ടാറ്റ ഈ യോധയ്ക്ക് നൽകിയിരിക്കുന്നത്. ബാക്ക് സൈഡിലുള്ള വശങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും ബാക്ക് സൈഡും നമുക്ക് ലീഫ് സ്പ്രിംഗ് ആണ് വരുന്നത്. 16 സൈസ് ടയറാണ് വരുന്നത്, MRF ടയറാണ് വരുന്നത്. പിന്നെ പുറകുവശത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ലോഡ് ബോഡി നോക്കുമ്പോഴത്തേക്ക് ടാറ്റയുടെ ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്. ഇഞ്ചസ് പുറത്തിട്ടാണ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അകത്ത് കുറച്ചും കൂടെ സ്പേസും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ നല്ല രീതിയിലുള്ള അടിപൊളിയായിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ടെയിൽ ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്ക് സ്റ്റെപ്പിന് ഈ ഒരു ഭാഗത്താണ് വരുന്നത്.
പിന്നെ നമുക്ക് ലോഡ് ബോഡിയെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും നമുക്ക് 6 ആണ് വിഡ്ത്ത് വരുന്നത്. അതുപോലെ തന്നെ ഇൻസൈഡ് വിഡ്ത്ത് വരുന്നത് 5.9 ആണ് ഇൻസൈഡ് വിഡ്ത്ത് വരുന്നത്. പിന്നെ നമുക്ക് ഈ സൈഡാണ് നമുക്ക് ഡീസൽ ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. ഡീസൽ കപ്പാസിറ്റി നമുക്ക് ഒരു 52 ലിറ്ററാണ് ഡീസൽ കപ്പാസിറ്റി വരുന്നത്. ഈ ഭാഗത്താണ് നമുക്ക് ഡീസൽ ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്കൊരു 100 ഹോഴ്സ് പവർ ഈ വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് 4 സിലിണ്ടർ വാഹനമാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചേസിനെ കുറിച്ച് സംസാരിക്കുമ്പോഴത്തേക്കും സിംഗിൾ ചേസ് വാഹനമാണിത്. അതായത് നമുക്ക് സാധാരണ കൊമേഴ്ഷ്യൽ വെഹിക്കിളിലാണെന്നുണ്ടെങ്കിലും അല്ലാതുള്ള വാഹനങ്ങളിലാണെന്നുണ്ടെങ്കിലും ചേസ് വന്നിട്ട് ജോയിനിങ് ആയിരിക്കും. പക്ഷേ ഈ വാഹനത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേസ് ജോയിനിങ് അല്ല, സിംഗിൾ ചേസാണ്. അതായത് വെട്ടി ഒട്ടിക്കുന്ന അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. ജോയിൻ്റ് ആയിട്ടുള്ള ഒരു ചേസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നമുക്ക് ഇൻസൈഡ് ക്യാബിൻ പോലെ തന്നെ എഞ്ചിൻ റൂം നോക്കുമ്പോഴത്തേക്കും വളരെയധികം സ്പേഷ്യസ് ആണ്. നമുക്കൊരു ടാറ്റയുടെ ബാഡ്ജിങ് ഇവിടെ കാണാൻ സാധിക്കും. നമുക്കൊരു എയർ ഫിൽറ്റർ വരുന്നതിൻ്റെ മുകളിലായിട്ട് ടാറ്റയുടെ ബാഡ്ജിങ് കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എക്സൈഡിൻ്റെ ബാറ്ററിയാണ് വരുന്നത്. വളരെയധികം നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാഹനമാണ്. എന്തുകൊണ്ടും അതായത് നമുക്ക് എഞ്ചിൻ റൂം ആണെന്നുണ്ടെങ്കിലും അകത്തെ ക്യാബിൻ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ലോഡ് ബോഡി ആണെങ്കിൽ പോലും നമുക്ക് നല്ല രീതിയിൽ സ്പേഷ്യസ് ആയിട്ടുള്ള വാഹനമാണ് ഈ യോധ 1700 എന്ന് പറഞ്ഞ ഈ ഒരു വാഹനം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ECM യൂണിറ്റ് കാണാൻ പറ്റും, എക്സൈഡിന്റെ ബാറ്ററി കാണാൻ പറ്റും, ഡീസൽ പമ്പ് കാണാൻ പറ്റും. സോ നമുക്ക് ഒരു പുതിയൊരു ബിഗിനർ ആണെങ്കിൽ പോലും, അതായത് ഈ കൊമേഴ്ഷ്യൽ സെഗ്മെന്റിൽ പുതിയൊരു ബിഗിനർ ആണെങ്കിൽ പോലും നമുക്ക് ഈ വാഹനം നമുക്ക് ധൈര്യത്തോടു കൂടി നമുക്ക് പർച്ചേസ് ചെയ്യാം. നമുക്ക് നമ്മളുടെ എല്ലാവിധ ആവശ്യങ്ങളും ടാറ്റ യോധ 1700 എന്ന ഈ മോഡൽ നമുക്ക് രണ്ട് കളർ വേരിയന്റിൽ അവൈലബിൾ ആണ്. ഒന്ന് വൈറ്റ്, പിന്നെ അതുപോലെ തന്നെ ബ്ലൂ കളറിൽ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് എക്സ് ഷോറൂം വരുന്നത് 10,80,000 രൂപയാണ് എക്സ് ഷോറൂം വരുന്നത്. നമുക്ക് എല്ലാവിധ ഫിനാൻസ് നമുക്ക് അവൈലബിൾ ആണ്. ചോള ആണെന്നുണ്ടെങ്കിലും ശ്രീറാം ആണെന്നുണ്ടെങ്കിൽ HDB ആണെന്നുണ്ടെങ്കിൽ ടാറ്റ, അങ്ങനെയുള്ള എല്ലാ ഫിനാൻസും നമുക്ക് അവൈലബിൾ ആണ്. വണ്ടി നോക്കിയേ, നല്ല അടിപൊളി, നല്ല മാൻലി ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. അതായത് നമുക്കിപ്പോ ചില ആൾക്കാർ പറയും എനിക്ക് ചെറിയൊരു വണ്ടിയേ പറ്റത്തുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ എനിക്കൊരു വലിയ വണ്ടി വേണം. ഇത് അങ്ങനെയുള്ള യാതൊരുവിധ പ്രശ്നമല്ല. ഈ ഒരു കൊമേഴ്ഷ്യൽ സെഗ്മെന്റില് ഈ ഒരു ബിഗിനർ ആണെങ്കിൽ പോലും യോധ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. വളരെ സ്പേഷ്യസ് ആണ്. പിന്നെ അത് മാത്രമല്ല എല്ലാ ടെറയിലും നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. നമുക്ക് അത്രയ്ക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്, 15 മൈലേജ് കിട്ടുന്നുണ്ട്, 4 സിലിണ്ടർ വണ്ടിയാണ്, 2 ടൺ വരെ നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് 8.7 ലെങ്ത് വരുന്നുണ്ട്, 8.4 ഇൻസൈഡ് ലെങ്ത് വരുന്നുണ്ട്, വിഡ്ത്ത് വരുന്ന 6 വിഡ്ത്ത് വരുന്നത്. ഇൻസൈഡ് വരുമ്പോഴത്തേക്കും 5.9 വിഡ്ത്ത് വരുന്നുണ്ട്. സോ എന്തുകൊണ്ടും മസ്റ്റ് ബയ്യബിൾ പ്രോഡക്റ്റ് ആണ് ടാറ്റയുടെ യോധ. നമ്മൾ ഇന്ന് സംസാരിച്ചത് ടാറ്റ യോധ 1700 എന്ന വാഹനത്തിന്റെ വിശേഷങ്ങളാണ്. അടുത്ത വീഡിയോയിൽ ഞാൻ അടുത്ത വാഹനത്തിന്റെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. ദിസ് ഇസ് സുബിൻ സുലൈമാൻ സൈനിങ്.